ഹലോ ഓൾ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ റെസിപ്പി ഒരു മാർബിൾ കേക്കിൻ്റെ റെസിപ്പിയാണ്. ക്രിസ്മസ് ഒക്കെ അല്ലേ വരാൻ പോകുന്നത്, അപ്പോൾ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മാർബിൾ കേക്കിൻ്റെ റെസിപ്പിയാണ്. പക്ഷേ ഇത് എഗ്ലെസ് മാർബിൾ കേക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പം ഞാൻ ഇതിലേക്ക് 2 കപ്പ് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കലാണ്. മുമ്പ് ഞാൻ മാർബിൾ കേക്കിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു മുമ്പ്. അത് മുട്ട കൂട്ടിയിട്ടില്ല മാർബിൾ കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. ഇത് മുട്ട കഴിക്കാൻ പറ്റാത്ത ആൾക്ക് കേക്ക് തിന്നണമെന്ന് ആഗ്രഹമില്ലാക്കും ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് 6 ടേബിൾ സ്പൂണ് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 1/4 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടീസ്പൂണ് വാനില എസൻസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേറൊരു ബൗളിലേക്ക് നമുക്ക് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 കപ്പ് മൈദയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ വേണം, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് എല്ലാ രീതിയിലും എത്തുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്ത് കൊടുക്കാം. ഹെഡ് ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല, നമ്മുടെ കൈയോട് തന്നെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കും കൂടിയാണ്. അപ്പോൾ ഇതൊന്ന് ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഓയിലും പാലും പഞ്ചസാരയൊക്കെ എല്ലാം രീതിയിൽ എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഈ ഒരു ബൗളിലേക്ക് നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ടുണ്ടല്ലോ ആ ഒരു ബൗളിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് കട്ടൊന്നുമില്ലാതെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഈ ഒരു വിധമാകണം കേട്ടോ. ഇനി നമുക്കൊരു ബേക്കിംഗ് പാത്രം തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഓയിൽ ഒഴിച്ചതിന് ശേഷം ഒന്ന് ബ്രഷ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ നമുക്കൊന്ന് ബേക്കിംഗ് പേപ്പർ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് 8 ഇഞ്ച് പാത്രമാണ്. ആ ഒരു പാത്രത്തിലേക്കാണ് ഞാൻ ഈ ഒരു മാവ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കിയ മാവ് 2 പാർട്ടായിട്ട് മാറ്റണം. അപ്പോൾ ഇതിപ്പോൾ നേരെ പകുതിയായിട്ട് ഒരു പാത്രത്തിലേക്കും നേരെ പകുതി വേറൊരു പാത്രത്തിലേക്കും മാറ്റിയിട്ടുണ്ട്. ഇനി ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് വേണ്ടത് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കണം. ഒരു ഡബിൾ ഐറ്റമാണല്ലോ കാണുന്നത്. അപ്പോൾ അതിനായിട്ട് 2 ടീസ്പൂൺ കൊക്കോ പൗഡർ ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കൊക്കോ പൗഡറൊക്കെ നന്നായിട്ട് അതിൽ ചേരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ കുറച്ച് ആദ്യം ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു കൊക്കോ പൗഡർ മിക്സ് ചെയ്ത ഈ ഒരു മാവും കൂടി ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് ലെയർ മോഡലിലാണോ വേണ്ടത് അത് അനുസരിച്ച് ഡിസൈനിൽ വേണോ അതനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു ഡിസൈനിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് അനുസരിച്ച് ഇത് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഓരോ ലെയറിനും ഒഴിച്ചെടുത്തതിന് ശേഷം ഓരോ ലെയറിൽ നമ്മൾ ഈ ക്രീം കളറിൽ വരുന്ന ഈ ഒരു മാവും കൂടി വെച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഇനി ലാസ്റ്റ് ഞാനൊരു കൊക്കോ പൗഡറും മിക്സ് ചെയ്ത ഒരു മാവും കൂടി വെച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊരു ടൂപ്പിക്ക് കൊണ്ട് എങ്ങനെ വേണമെങ്കിലും ഡിസൈൻ ചെയ്യാം. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതിൽ ചെയ്യാമല്ലോ, ഇഷ്ടമുള്ള ഡിസൈനിൽ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാനൊരു കുക്കറിലേക്കാണ് വെക്കുന്നത്. കുക്കറിൽ ഒന്ന് വെച്ച് കൊടുക്കാം. ഒന്ന് ജസ്റ്റ് ചൂടായ ശേഷം ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഉള്ളിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിസിലൊന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 40 മിനിറ്റ് വെക്കണം കേട്ടോ മീഡിയം ഫ്ലെയിമിൽ.
ലോ ഫ്ലെയിമിൽ 40 മിനിറ്റ് വെച്ചതിന് ശേഷം നല്ല സ്പഞ്ചായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേക്ക് പിന്നെ കഴിക്കാനാണെങ്കിൽ മുട്ട കൂട്ടി കഴിക്കുന്ന കേക്കാണ് എനിക്കിഷ്ടം. ഈ ഒരു കേക്ക് പിന്നെ നമ്മൾ മുട്ട കൂട്ടാണ്ട് വെച്ച കേക്കല്ലേ, അപ്പോൾ അത്ര മുട്ട കൂട്ടിയതിനേക്കാളും ടേസ്റ്റ് കുറവാണ് ഈ ഒരു കേക്കിനുണ്ടായാലും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എനിക്ക് ഇഷ്ടമായത് മുട്ട കൂട്ടി കഴിക്കുന്ന കേക്ക് തന്നെയാണ്. അപ്പോൾ കഴിക്കാൻ പറ്റാത്ത ആൾക്ക് വേണ്ടിയിട്ട്